ദേവിയെ ശുംഭനിശുംഭത്തെ വധിച്ച മർദിനി എന്നൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അവിടെ പ്രഹ്ലാദൻ്റെ പുത്രന്മാരാണ് ഈ ശുംഭനിശുംഭന്മാർ. അവർ ആസുരികമായ ഭാവത്തോടുകൂടി കഠിനമായ തപസ് ചെയ്തു. ദേവിയെ തന്നെയാണ് തപസ് ചെയ്തത്. ദേവിയെ തപസ് ചെയ്ത സമയത്ത് ദേവി പ്രത്യക്ഷപ്പെട്ട സമയത്ത് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. മരണമുണ്ടാകരുതെന്നൊക്കെ ചോദിച്ചു. അത് സാധ്യമല്ലെന്ന് പറഞ്ഞു. അവസാനം വരപ്രാപ്തിയിൽ ആവശ്യപ്പെട്ട് നേടിയ വരം അയോനിജയായ സ്ത്രീയുടെ കൈകളുണ്ടല്ലാതെ മരണം ഉണ്ടാകരുത്. അയോനിജ എന്ന് പറയുമ്പോൾ യോനിദത്തം അല്ലാത്ത സ്ത്രീയുടെ കൈകൊണ്ടല്ലാതെ മരണം ഉണ്ടാകരുന്ന വരം നേടി. വരബലത്തോടുകൂടി ശുംഭനിശുംഭന്മാർ അഹങ്കാരികളായി തീർന്നു. അപ്രകാരം അഹങ്കാരികളായ ശുംഭനിശുംഭന്മാരെ പാതാള രാജാവായി അവിടെ ശുക്രാചാര്യർ അഭിഷേകം ചെയ്തു. അവിടെ അപ്രകാരം അഭിഷേകം ചെയ്തിട്ട് അവിടെ ഹിരണ്യകശിപുവിനു ശേഷം അദ്ദേഹം ധരിച്ച പരാക്രമശാലിയായ അദ്ദേഹത്തിൻ്റെ കിരീടം പിന്നീട് വെക്കാനുള്ള ഭാഗ്യം ഇവിടെ ശുംഭനാണ് ശുക്രാചാര്യർ കൊടുത്തത്. അത്രയും ശക്തിശാലിയായ ശുംഭനിശുംഭന്മാർ എന്ത് ചെയ്തു? ദേവലോകം എല്ലാം പിടിച്ചെടുത്തു. എല്ലാം തങ്ങളുടെ അധീനതയിലേക്ക് കൊണ്ടുവന്നു. അസുരന്മാർക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം എനിക്ക് വേണം മനസ്സിലാവുന്നുണ്ട്. അതാണ് ഈ പിടിച്ചെടുക്കൽ പ്രക്രിയ ആര് നടത്തുന്ന അസുരന്മാർ. നമ്മളും അത്യാഗ്രഹം മൂർത്ത നമ്മളും ആരായി മാറും? അസുരന്മാരായി മാറും. എല്ലാം എനിക്ക് വേണം അല്ലേ എന്ന ചിന്ത ആസുരിക ഭാവത്തെ ഉണർത്തും. ഇവിടെ അസുരന്മാരുടെ ഒരു പ്രത്യേകത എന്താ? മറ്റുള്ളവൻ്റെ കയ്യിലിരിക്കുന്നത് കൂടി പിടിച്ചെടുത്ത് അതും കൂടി സുഖിക്കുക, മറ്റുള്ളവനെ ദുഃഖിപ്പിക്കുക. ഇതാണ് ആസുരികമായ ഭാവം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. ഇവിടെ ഈ ശുംഭനിശുംഭന്മാരോടൊപ്പം തന്നെ നിരവധി അസുരന്മാർ വന്നു ചേർന്നു. ആ അസുരന്മാരിൽ രക്തബീജനുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള അസുരന്മാരെല്ലാവരും വന്നു ചേർന്നു. എന്താ കാരണം? ഏറ്റവും ശക്തിയായിട്ടുള്ള ആൾക്കാരോട് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവർക്കും വന്ന് ശക്തി പ്രാപിക്കാൻ സാധിക്കും. അതുപോലെ ചണ്ടമുണ്ടന്മാർ വന്നു ചേർന്നു. അങ്ങനെയുള്ള അസുരന്മാർ ധ്രുവലോചനം വന്നു ചേർന്നു. ഇങ്ങനെയുള്ള അസുരന്മാരെല്ലാം വന്ന് ഈ ശുംഭനിശുംഭന്മാരുടെ ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് അവരുടെ ഒപ്പം ചേർന്നു. അപ്പോൾ ഇവരുടെയും കൂടി ശക്തി വന്നു ചേർന്നപ്പോൾ അല്ലേ, എല്ലാ ദുഷ്ടന്മാരും ഒത്തൊരുമിച്ച് ചേരുമ്പോൾ ശക്തി കൂടത്തല്ലേ ഉള്ളൂ. ഈ ശക്തി കൂടിയതോടുകൂടി ശുംഭനിശുംഭന്മാർ പൂർണ്ണ അഹങ്കാരികളായി മാറി അതിശക്തന്മാരായി ദേവന്മാരെയൊക്കെ ആക്രമിച്ച് കീഴടക്കി വളരെ ആധിപത്യമൊക്കെ വെച്ച് പുലർത്തി. അങ്ങനെ ഈ വളരെയധികം പ്രത്യേകിച്ച് ഈ വന്നു ചേർന്നതിനകത്ത് ഈ രക്തബീജൻ എന്നൊക്കെ പറയുന്നത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അവിടെ മഹിഷാസുരൻ എന്ന് പറയുന്ന ആളിനെ ചർച്ച ചെയ്തിരുന്നില്ലേ. ഈ മഹിഷാസുരൻ്റെ പിതാവായ രംഭൻ, അദ്ദേഹം അഗ്നിയിലാണ് അദ്ദേഹത്തെ ഹോമിച്ചു എന്ന് പറഞ്ഞല്ലോ, ഒരു പോത്ത് കുത്തി വധിച്ച സമയത്ത്. ഈ രംഭനാണ് പിന്നീട് ആരായി ജനിക്കുന്നത്? രക്തബീജൻ. ഈ രക്തബീജന് പ്രത്യേകിച്ചൊരു വരവുണ്ട്. എന്താ? ഈ രക്തബീജൻ്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ഓരോ കണികകൾക്കും രക്തകണികകളിലും അനേകം രക്തബീജന്മാരുണ്ടാവും. മനസ്സിലാവില്ലേ? ഒരു തുള്ളി രക്തം നിലത്ത് വീണാൽ അതിൽ നിന്ന് അനേകം രക്തബീജന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു വരം കൂടിയുള്ള ആളാണ്. അതുകൊണ്ട് ഇവരെല്ലാം അതീവ ശക്തിശാലിയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വന്നു. ഈ അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് ദേവന്മാർ അതീവ ദുഃഖത്തോടു കൂടി നിൽക്കുകയാണ്. ആ ദുഃഖത്തിൽ ദേവന്മാരെ പരാജയപ്പെടുത്തിയ സമയത്ത് നാരദ മഹർഷി ദേവന്മാരെ വന്ന് കണ്ടു. ദേവന്മാർ പറഞ്ഞു, അല്ലയോ നാരദ മഹർഷിയെ, ഞങ്ങളുടെ ദുഃഖം അങ്ങ് കാണുന്നില്ലേ? അങ്ങ് സർവ്വവർക്കും ഗുരുനാഥൻ കൂടിയാണല്ലോ. അങ്ങ് ഞങ്ങളുടെ ദുഃഖം കണ്ട് അങ്ങ് കരുണയോടുകൂടി രക്ഷാമാർഗത്തെ ഉപദേശിച്ചാലോ എന്ന് പറഞ്ഞു. ഇതിന് പ്രകാരം നാരദ മഹർഷി പറഞ്ഞു, നിങ്ങൾ ബ്രഹ്മദേവനെ കാണുക. ഏത് കാലത്തിലും അറിവ് പകർന്നു തരാൻ കഴിയുന്നതാണ് ബ്രഹ്മദേവൻ. അങ്ങനെ ബ്രഹ്മദേവനെ കണ്ടു. ബ്രഹ്മാവിനോടൊപ്പം ചേർന്ന് ശിവഭഗവാനെ കണ്ടു. ശിവഭഗവാനോടൊപ്പം ചേർന്ന് നേരെ ആരെയും ദർശിച്ചു? വിഷ്ണു ഭഗവാനെയും ദർശിച്ചു. അങ്ങനെ ദർശിച്ച സമയത്ത് ഇവരെല്ലാവരുടെ അഭിപ്രായത്തിൽ നേരെ ഹിമാലയ പർവ്വതത്തിലെത്തി. ആ ഹിമഗിരിയുടെ തടത്തിൽ നിന്നുകൊണ്ട് ഇവരെല്ലാവരും ആദിപരാശക്തി സ്വരൂപിണിയായ ഭഗവതിയെ പ്രാപിച്ചു. പ്രാർത്ഥിക്കുകയും ആ ദേവിയുടെ സ്തുതി ചൊല്ലി ദേവിയെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. അപ്രകാരം ആദിപരാശക്തിയായ ഭഗവതി ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് ദേവി പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട ദേവിയെ ഇവർ സ്തുതിച്ചുകൊണ്ട് ഇന്നു ആ ദേവി ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം? എന്താണ് വേണ്ടത്? ഇവിടെ എന്തുകൊണ്ടാണ് ദേവിയെ പ്രാർത്ഥിക്കാൻ ഇവിടെ വിഷ്ണുവും ശിവനും പറഞ്ഞു എന്ന് ചോദിച്ചാൽ, മഹിഷാസുരമർദിനിയായി വന്ന സമയത്ത് തന്നെ ദേവി മറയുന്നതിന് മുമ്പ് മഹിഷാസുരനെ വധിച്ച് നിൽക്കുമ്പോൾ ദേവന്മാരൊക്കെ വന്ന് ദേവിയെ നമസ്കരിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ദേവി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യണം? എന്നെ വിളിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീണ്ടും ദേവിയെ ഇവർ വിളിച്ചത്. അതുകൊണ്ട് ദേവി ചോദിച്ചു, എന്താണ് വേണ്ടത്? ഇപ്പോൾ ഇവർ പറഞ്ഞു, കാർത്യായനി ദേവി സാക്ഷാൽ മഹാശ്വരി കാർത്യായനി ആശ്രമത്തിൽ ഉടലെടുത്തവളായതുകൊണ്ട് കാർത്യായനി ദേവി എന്ന് നമസ്കരിച്ചു. അതുകൊണ്ട് അല്ലയോ മഹാലക്ഷ്മി, മഹിഷാസുരമർദിനിയായ ദേവി, ഞങ്ങളിൽ കരുണയുണ്ടാകണം.
കനിവുണ്ടാകണം. ഇവിടെ ഈ ശുംഭനിശുംഭന്മാരെ കുറിച്ച് അറിയില്ലേ, അവരെ കൊണ്ട് ഞങ്ങൾ വളരെ പൊറുതിമുട്ടി, അവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദേവി പറഞ്ഞു, തഥാസ്തു, അങ്ങനെയാകട്ടെ, ഞാനിതാ ശുംഭനിശുംഭന്മാരെ വധിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവി അവിടെ നിന്ന് അന്തർധാനം ചെയ്ത് ശുംഭനിശുംഭന്മാരെ തേടി പുറപ്പെട്ടു. ഈ ശുംഭനിശുംഭന്മാരുടെ കോട്ടയ്ക്ക് കാവലുണ്ട്. അതുപോലെ തന്നെ ഈ കോട്ടയ്ക്ക് ചുറ്റും ഈ സൈനാധിപന്മാർ ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷണം നടത്താൻ വരും. തൻ്റെ രാജ്യത്ത് ശത്രുക്കൾ ആരെങ്കിലും അടുത്തുണ്ടോ, അല്ലേ, അങ്ങനെ മറ്റുള്ളവരെന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ നിരീക്ഷണത്തിന് നടത്താറുണ്ട്. ചണ്ടമുണ്ടന്മാർ നിരീക്ഷണം നടത്തി വരവേ ഈ കോട്ടയ്ക്ക് പുറത്തുള്ള ആ ഒരു കാട് കണ്ടു. ആ കാട്ടിൽ ഒരു വലിയ ഒരു ഊഞ്ഞാൽ, ഒരു സ്വർണം കൊണ്ടുള്ള ഒരു ഊഞ്ഞാൽ, സ്വർണ്ണ നൂലാൽ കെട്ടിയ ഒരു ഊഞ്ഞാലിൽ അതീവ സുന്ദരിയായ ഒരു ദേവസ്വരൂപത്തോടു കൂടി സുന്ദരിയായ ഒരു സ്ത്രീ ഇരുന്ന് ഊഞ്ഞാലാടുന്നു. ഈ ഊഞ്ഞാലാടുമ്പോൾ നമുക്കറിയാം വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ അല്ലേ ആ കാറ്റിനോടൊപ്പം ഇളകി ആടും. മുടിയിഴകൾ ഇങ്ങനെ ആ കാറ്റിനോടൊപ്പം വളരെ സൗന്ദര്യവും ഉള്ള ആ സ്ത്രീയിൽ നിന്ന് വളരെ വലിയ സുഗന്ധം ഇങ്ങനെ അന്തരീക്ഷത്തിൽ പരക്കുന്ന കണ്ടു. ആകർഷിക്കുന്ന സുഗന്ധവും സൗന്ദര്യവും കണ്ടപ്പോൾ അസുരന്മാർ മനം മയങ്ങി നിന്നു. ഉള്ളിൽ മോഹം ഉദിച്ചു, തങ്ങൾക്ക് വേണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായി. പക്ഷേ അതിനേക്കാൾ ഇവരുടെ മോഹം എന്താ, ശുംഭനിശുംഭന്മാരിൽ ചെന്ന് പറഞ്ഞാൽ ശുംഭന് ഭാര്യയാക്കാൻ ഈ സ്ത്രീ യോഗ്യതയാണെന്ന് കൽപ്പിച്ചു കൊടുത്താൽ പിന്നീട് എന്ത് ചെയ്യും, ശുംഭന് തങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹം വരും, ഇല്ലേ. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ സ്നേഹം നമ്മൾ പിടിച്ചു വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യണം, അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു കൊണ്ടു കൊടുക്കണം, ഇല്ലേ, അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്തു, ഈ സുന്ദരിയായ ഈ സ്ത്രീയെക്കുറിച്ച് വളരെ വേഗത്തിൽ ആരോട് ചെന്ന് പറയാൻ തീരുമാനിച്ചു, ശുംഭനോട് ചെന്ന് പറയാൻ തീരുമാനിച്ചു. അങ്ങനെ ശുംഭനിശുംഭന്മാരുടെ അടുത്തെത്തി. ശുംഭനിശുംഭന്മാർ ചോദിച്ചു, എന്തോ വളരെ സന്തോഷമായിട്ടുള്ള വാർത്തയുമായിട്ടാണല്ലോ നിങ്ങൾ വരുന്നത്. കാരണം നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തോ സന്തോഷം തരുന്ന വാർത്തയാണ്, അല്ലേ. നമ്മളെ വീട്ടിലോട്ട് ഒരാൾ തുള്ളിച്ചാടി ഓടി വരുമ്പോൾ തന്നെ നമ്മൾ അല്ലേ ശ്രദ്ധിക്കുക, എന്താ കാര്യം, അയാൾ പറയാൻ വരുന്ന എന്തോ സന്തോഷമുള്ള കാര്യമാണ്. വരുന്ന ആൾ വളരെ വിഷമത്തോടു കൂടി വന്നാലോ നമ്മളും അങ്ങ് അല്ലേ എന്തായാലും പറയും, എന്തായാലും എന്നൊക്കെ പറയും. എന്താ കാര്യം, വിഷമമുള്ളതാണെങ്കിലും പറയാൻ പറയും. ഇവിടെ പറഞ്ഞു വളരെ സന്തോഷത്തോടെ. അപ്പോൾ ഇവരും പറഞ്ഞു, അതെ വളരെ സന്തോഷം, ഇത്രയും നാൾ ഞങ്ങൾ അങ്ങയോട് പറഞ്ഞ വാർത്തകളിൽ വെച്ച്, വൃത്താന്തങ്ങളിൽ വെച്ച് ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ്, മനസ്സിലാകുന്നുണ്ടോ, ഞങ്ങൾ അങ്ങയോട് പറയാൻ പോകുന്നത്. എന്താ, ഞങ്ങളിങ്ങനെ വനത്തിലൂടെ വരുന്ന സമയത്ത് ആ വനത്തിൽ വെച്ച് അതീവ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ ആകട്ടെ വളരെ സുന്ദരിയാണ്. ആ സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചു, അങ്ങയ്ക്ക് വിവാഹം കഴിക്കാൻ ഏറ്റവും ഉത്തമയായി, അങ്ങയ്ക്ക് എത്രയോ രത്നങ്ങളുണ്ട്, ഇത് സമ്പത്തുണ്ട്, വലിയ വില കൂടിയ വൈഡൂര്യമുണ്ട്, പക്ഷെ അതൊന്നും തന്നെ വിലമതിക്കുന്നതല്ല, ഈ സ്ത്രീ കൂടി ചേർന്നാലേ അങ്ങ് പൂർണ്ണത ആവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? വിനാശകാലത്ത് അല്ലേ വലതും വന്നു ചേരുമെന്ന് പറയുന്നത് കണക്ക് വന്നു ചേരുകയുള്ളൂ. ഇതൊക്കെ കേട്ട മാത്രയിൽ ശുംഭൻ്റെ മനസ്സിൻ്റെ ഇത് മോഹിച്ചു. ശുംഭൻ വളരെ വേഗത്തിൽ, ഇത്രയും സുന്ദരിയായ സ്ത്രീയോ, അതേ അതീവ സുന്ദരിയാണ്, അവളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാനേ സാധിക്കുന്നില്ല എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ഈ വർണ്ണനകളൊക്കെ കേട്ട സമയത്ത് നേരെ അദ്ദേഹം പറഞ്ഞു, വളരെ വേഗത്തിൽ തന്നെ മന്ത്രിയായ സുഗ്രീവനെ വിളിച്ചു. സുഗ്രീവനോട് പറഞ്ഞു, വേഗത്തിൽ പോയി ആ സ്ത്രീയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മഹാരാജാവ് ശുംഭൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമെന്ന് പറയാം, എന്നിട്ട് അവളെ സ്വർണ്ണ പല്ലക്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? കാര്യം രാജാവിൻ്റെ പട്ടമഹിഷിയാവേണ്ട ആളല്ലേ. അപ്പോൾ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ എങ്ങനെ വേണം കൊണ്ടുവരാൻ പറഞ്ഞു. ഈ സുഗ്രീവൻ എന്ന് പറയുന്ന ആൾ അവിടേക്ക് ചെന്നു. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹം കണ്ട കാഴ്ച, അവിടെ നോക്കുമ്പോൾ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന കേട്ടോ. അവിടെ ചണ്ടമുണ്ടന്മാർ ചെന്ന് പറഞ്ഞത് ഊഞ്ഞാലാടുന്ന സ്ത്രീയാണ്. അടുത്ത ആൾ ചെന്നപ്പോൾ എന്താ കാണുന്നത്, സിംഹത്തിൻ്റെ പുറത്തിരിക്കുകയാണ്. സൗന്ദര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, രാജാവ് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഈ ദേവി പറഞ്ഞു, ഞാൻ ഒരു ഭർത്താവിനെ അന്വേഷിച്ചിറങ്ങിയതാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഈ ശുംഭനിശുംഭന്മാർ വലിയ കഴിവുള്ളവരാണ്, യോഗ്യരാണ്, വളരെ വലിയ ശക്തിമാന്മാരാണ്, കരുത്തന്മാരാണ്, ദേവന്മാരെ പോലും ഭയപ്പെടുത്തുന്നതൊക്കെയാണ്. പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാനൊരു വ്രതം എടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, എന്നെ വരിക്കുന്ന ആൾ പേരിനെങ്കിലും എന്നോടൊന്ന് യുദ്ധം ചെയ്യണം. മനസ്സിലായില്ലേ? പേരിനെങ്കിലും എന്നോടൊന്ന് യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിക്കുന്ന ആളായിരിക്കണം. ഇപ്പോൾ യുദ്ധം കാര്യമായിട്ടൊന്നും ചെയ്യണ്ട കേട്ടോ. കാര്യം നിങ്ങൾ പറഞ്ഞ കേട്ടിട്ട് തന്നെ എനിക്ക് ശുംഭനെ അങ്ങോട്ട് ബോധിച്ചു. മനസ്സിലായില്ലേ? വളരെ തന്ത്രത്തിലാണ് ദേവി അവിടെ ഇടപെടുന്നത്. പക്ഷേ എങ്കിലും എൻ്റെ വ്രതം മുറിയരുതല്ലോ.
അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു പേരിനൊരു യുദ്ധം, ഞാനൊക്കെ തോറ്റു വന്നേക്കാം. അപ്പം ലോകത്തിൻ്റെ മുമ്പിൽ എൻ്റെ വ്രതവും കൃത്യമായി അല്ലേ, യോഗ്യനായ ഭർത്താവിനെയും ലഭിച്ചു എന്ന് പറഞ്ഞു. മോഹത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നേരെ എങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഈ സുഗ്രീവൻ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ രാജാവിനോട് ഉണർത്തിച്ചു. ശുംഭൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ പോരിന് പോകാം. ഈ സമയത്ത് നിശുംഭൻ തടഞ്ഞു. അല്ലയോ ജ്യേഷ്ഠ, അങ്ങ് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ചാടി പുറപ്പെടുന്നത്? കേവലം ഒരു പെണ്ണിന് വേണ്ടി പടയൊരുക്കിയവനാണ് അങ്ങെന്ന് പറഞ്ഞാൽ അതൊരു പേരുദോഷമല്ലേ? അവളെന്തോ പറഞ്ഞോട്ടെ, മനസ്സിലാകുന്നുണ്ടോ? അവളുടെ പറയുന്ന വാക്കൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം നാരി എന്ന് പറയുന്നത് ദുർബലയാണ്. പല മോഹങ്ങളുണ്ടാവും. നാരിമാരുടെ മോഹത്തിനെല്ലാം നമ്മൾ വശംവദരായാൽ പുരുഷൻ്റെ ജീവിതം വശം കെട്ട് പോകും. മനസ്സിലാകുന്നുണ്ടോ? സ്ത്രീകളുടെ മോഹത്തെ അടക്കാൻ വളരെ പ്രയാസമാണ്. മനസ്സിലായി? അല്പം സ്നേഹം കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് സർവ്വതും പറഞ്ഞ് ആരെ വശം കെടുത്തും? അവസാനം ഭർത്താവ് കളിപ്പാവയായി മാറ്റപ്പെടും. നല്ല മിടുക്കുള്ള സ്ത്രീകളെ മുമ്പിൽ ഭർത്താക്കന്മാർ കളിപ്പാവയാണ്. ചിലർ പറയത്തില്ലേ, വര വരച്ചാൽ വരയ്ക്ക് അപ്പുറത്തോട്ട് ആര് പോവില്ല, ഭർത്താവ് പോയില്ല. ആര് വരയ്ക്കണം? ഭാര്യ വരയ്ക്കണം. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് വരയ്ക്കണം? നമ്മളിതൊന്നും കേട്ട് വീട്ടിൽ പോയിട്ട് കമ്പെടുത്ത് വരയൊന്നും വരച്ച് കളയരുത്. ആ കമ്പ് മേടിച്ച് തന്നെ നമുക്ക് തല്ല് കിട്ടും. സ്നേഹമാകുന്ന വര കൊണ്ട് വരയ്ക്കണം. മനസ്സിലായില്ലേ? സ്നേഹമാകുന്ന വര കൊണ്ട് വരച്ചാൽ ഭർത്താവിനെ കളിപ്പാട്ടമാക്കി മാറ്റാൻ സ്ത്രീക്ക് കഴിവുണ്ട്. മനസ്സിലായില്ലേ? അത്രയധികം കഴിവുള്ളതാണ് സ്ത്രീ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾക്ക് സ്നേഹമാകുന്ന വരയല്ല വരയ്ക്കുന്നത്. നമ്മൾ നേരെ എന്ത് ചെയ്യും, വഴക്കാകുന്ന വരെയാണ് കൂടുതലും വരയ്ക്കുന്നില്ലേ, പിണക്കം അങ്ങനെയൊക്കെയുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കവചം സ്നേഹമാകുന്ന കവചമാണ്. സ്നേഹം കൊടുത്താൽ അംഗീകാരം കിട്ടും, കിട്ടില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതാണ് ദാമ്പത്യം എന്ന് പറയപ്പെടുന്നത്. സ്നേഹവും അംഗീകാരവും കൂടിച്ചേരുന്നതാണ് ദാമ്പത്യം എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടായാൽ കുടുംബം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ കൂടിക്കഴിഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാവും. മനസ്സിലായി? മുഖാമുഖം നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴേ പൊട്ടിത്തെറി അടക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നോക്കരുത്. ചിലപ്പോൾ ചിലർ പറഞ്ഞില്ലേ, അപ്പുറത്തെ വീട്ടിൽ എപ്പോഴും തൃശ്ശൂർ പൂരമോ, ഇത് പറഞ്ഞ് തിരിഞ്ഞ് ഇങ്ങോട്ട് സ്വന്തം വീട്ടിലോട്ട് നോക്കുമ്പോഴാണ് അവിടെ നെന്മേനി വേല, അവിടെയും പൂരം. മനസ്സിലായോ? അപ്പം മൊത്തത്തിൽ പൂരക്കെട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പൂരം കലക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് അല്ലേ? വേറെ പലയിടത്താണെങ്കിൽ പൂരം കലക്കാനൊക്കെ ആളുള്ളതുകൊണ്ട് പൂരം കലക്കലും വിവാദമൊക്കെ ഉണ്ടാവും. നമ്മളെ വീട്ടിലെ പൂരമാണെങ്കിൽ കലക്കുന്നത് നമ്മൾ തന്നെയാണ്, കത്തിക്കുന്നത് നമ്മൾ തന്നെയാണ്, കാണുന്നത് നമ്മൾ തന്നെയാണ്, അനുഭവിക്കുന്നതും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് കേസെടുക്കേണ്ടിയൊന്നും വരത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പൂരം കലക്കലൊക്കെ വീടുകളിൽ നടക്കാറുണ്ട്. ശരി, ഇവിടെ പറഞ്ഞു വന്നത് എപ്പോഴും ആ സ്നേഹമാകുന്ന അല്ലേ പരിചരണ ഭാവത്തെയാണ് നിലനിർത്തേണ്ടത്. അപ്പോൾ നിശുംഭൻ പറഞ്ഞത് അതുകൊണ്ട് സ്ത്രീ മോഹങ്ങളെ ഒരിക്കലും അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കരുത്. എന്താ പറഞ്ഞത്? അങ്ങനെ മോഹത്തെ അംഗീകരിച്ചു കൊടുത്താൽ പിന്നെ ഒന്ന് സാധിച്ചു കൊടുക്കുമ്പോൾ അടുത്തതുമായിട്ട് വരും, അത് സാധിക്കുമ്പോൾ അടുത്തതുമായിട്ട് വരും. അങ്ങനെ അവസാനം വരെ ഇത് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങ് പോകണ്ട, അതിന് പകരം വേറെ ആരെങ്കിലും വിട്ട് കാര്യങ്ങൾ. ഇത് കേട്ടപ്പോൾ ശുംഭനും തോന്നി, ശരിയാണ്, സാധാരണ ദേവന്മാർക്കോട് യുദ്ധത്തിനാണ് താൻ പട നയിച്ചിട്ടുള്ളത്. ഇതാ ഒരു പെണ്ണിനെതിരെ പട നയിച്ചു എന്നുള്ള പേരുദോഷം വേണ്ട. മോഹമുണ്ട്, പക്ഷേ അഭിമാനവും കൂടി ഇല്ല, ദുരഭിമാനമായി വന്നു. അപ്പോൾ ഈ സമയത്ത് അതിന് തയ്യാറായില്ല. അങ്ങനെ വന്നപ്പോഴത്തെ ചെയ്തു, തൻ്റെ മന്ത്രിമാരിൽ ഒരാളെ പറഞ്ഞയച്ചു, ദ്രൂമലോചനെ പറഞ്ഞയച്ചു. ദ്രൂമലോചനോട് പറഞ്ഞു, വേഗത്തിൽ പോയിട്ട് എന്ത് ചെയ്യണം, കാര്യമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ ബോധ്യമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കൂട്ടിക്കൊണ്ടുവരണം. അഥവാ വരുന്നില്ലെങ്കിൽ ഇച്ചിരി ബലം പ്രയോഗിച്ചോ, കുഴപ്പമില്ല, ദേഹത്തൊന്നും ബലമായി പിടിക്കേണ്ട, അല്ലാതെ എങ്ങനെയെങ്കിലും ഇനി കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ദ്രുമലോചനൻ നേരെ ചെന്നു. ദ്രുമലോചനൻ ചെല്ലുന്ന സമയത്ത് കണ്ട കാഴ്ച യഥാർത്ഥത്തിൽ ദ്രുമലോചന അത്ഭുതപ്പെട്ടു പോയി. എന്താ കാരണം? അവിടെ ഈ പറഞ്ഞ സിംഹവാഹിനിയായ ദുർഗയും കാണുന്നില്ല, പകരം തനി കറുത്തിരുണ്ട്, മനസ്സിലാകുന്നുണ്ടോ, ഭയാനകമായ രൂപത്തിൽ കരിങ്കാളി ഭാവത്തിരിക്കുന്നു. ദ്രുമലോചനന് തോന്നി, എടാ ഈ കറുത്ത രൂപത്തെ കണ്ടിട്ടാണോ ഈ ചണ്ടമുണ്ടന്മാർ വന്ന് രാജാവിനെ പറ്റിക്കാൻ വന്നത്? അങ്ങനെയാണെങ്കിൽ ഇവളെ കൊണ്ടുപോയി കൊടുത്തിട്ടേ ഉള്ളൂ. കാര്യം എന്താ, ചണ്ടമുണ്ടന്മാർ കൂടുതൽ സ്വാതന്ത്ര്യവും അധികാരവും കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, രാജാവിന് കൂടുതൽ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സുന്ദരിയായ സ്ത്രീയുടെ കാര്യമെന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അവർക്കത് കിട്ടാതെ തനിക്കത് കിട്ടണം. എന്താ കാര്യം? രാജാവിനെ പറ്റിക്കാൻ ശ്രമിച്ചു എന്ന് ഇവളെ കൊണ്ടുകൊടുക്കുമ്പോൾ ആർക്ക് ബോധ്യമാവും? രാജാവിന്. എപ്പോഴും ഈ അസുരന്മാർ മറ്റുള്ളവരെ എതിരിടുമെങ്കിലും ഇവർ തമ്മിൽ എന്തുണ്ട്? അസൂയയുണ്ട്, ഇല്ലേ? അസുരന്മാരെപ്പോഴും അങ്ങനെ ഒന്നിച്ച് നിന്നുകൊണ്ട് പൊതുവായി എല്ലാവരെയും യുദ്ധം ചെയ്യും. ഇവരെ തമ്മിൽ തന്നെ ഒരിക്കലും യോജിക്കുമോ? ഇവർ പൊതുവായും ശത്രുത നിലനിർത്തും, തമ്മിലും ഇവർ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കും. ഇത് അസുരന്മാരുടെ ഒരു സ്വഭാവമാണ്. വേറെ ആരെയും പുറത്തുനിന്ന് കിട്ടിയില്ല, അവർ തമ്മിലടിക്കും. ഇതാണ് അസുരന്മാരുടെ ഭാവം. അതുകൊണ്ട് തന്നെ ഈ ദ്രുമലോചന് വിചാരിച്ചു, ഇവിടെ ഈ പിടിച്ച് ഈ രൂപത്തിൽ തന്നെ കൊണ്ടുവന്ന് ആരെ കാണിക്കണം? രാജാവിനെ കാണിക്കണം.
എന്ന് വിചാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏയ് ദുർമൂർത്തേ, ദേവിയെ സംബോധന എങ്ങനെയാ? ദേ ദുർമൂർത്തേ, കരിങ്കാളി, കറുത്ത രൂപിണി, സൗന്ദര്യമില്ലാത്ത ദുർനടത്തക്കാരി. മനസ്സിലായില്ലേ? നീ ഒട്ടും സൗന്ദര്യം ദുർനടത്തക്കാരിയാണെന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് അപമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, വളരെ വേഗത്തിൽ എന്ത് ചെയ്യണം? നേരെ രാജാവിനെ, ഞാനിതാ വരുന്നു, ഞാൻ അങ്ങോട്ട് എൻ്റെ പടയുമായിട്ട് ആയുധവുമായി വന്ന് നിന്നെ പിടിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ മുമ്പിൽ നടക്കും, പുറകിൽ അങ്ങ് നടന്നേക്കണം. ഈ സമയത്ത് ദേവി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ യുദ്ധം ചെയ്യാനാണ് വന്നതെങ്കിൽ ആയുധം കൊണ്ടാവാം യുദ്ധം, വാക്കുകൾ കൊണ്ടല്ല യുദ്ധം. ഞാൻ ഭർത്താവായി വരിക്കാനൊക്കെ വരാൻ തയ്യാറാണ്, പക്ഷേ എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന വാക്യത്തിൽ ദേവി ഉറച്ചു നിന്നു. അങ്ങനെ കാളിയുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. കാളിയാകട്ടെ അവിടെ ധ്രുവലോചനെ വധിച്ചു. ആ ധ്രുവലോചന വധിച്ച വൃത്താന്തം അറിഞ്ഞിട്ട് ഭസ്മമാക്കി കളഞ്ഞു. ആ വൃത്താന്തം അറിഞ്ഞിട്ട് അടുത്തത് ശുംഭൻ ആരെ വിട്ടു? ചണ്ടമുണ്ടന്മാരെ വിട്ടു. മനസ്സിലായില്ലേ? ചണ്ടമുണ്ടന്മാർ ഇവിടെ വന്നപ്പോൾ വീണ്ടും സുന്ദരിയായിട്ടിരിക്കുന്നു, കണ്ട രൂപത്തിലേക്ക് ഇരിക്കുന്നു. മനസ്സിലായോ? ആ രൂപത്തിലേക്ക് ഇരിക്കുന്നു. അങ്ങനെ ചണ്ടമുണ്ടന്മാർ വന്ന് പറഞ്ഞു, ഇങ്ങനെയാണ്, വളരെ വേഗത്തിൽ പറഞ്ഞു. ആദ്യം അവിടെ നേരെ യുദ്ധം ചെയ്യാൻ വേണ്ടി മുണ്ടൻ തയ്യാറായി. ജ്യേഷ്ഠാനുജന്മാരാണ്, 2 പേരാണ്. മുണ്ടൻ തയ്യാറായി. മുണ്ടൻ നേരെ മുന്നിലേക്ക് വന്ന് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിനൊടുവിൽ ദേവി ആരെ വധിച്ചു? അവിടെ മുണ്ടനെ വധിച്ചു. അത് കഴിഞ്ഞ് ചണ്ടൻ യുദ്ധം ചെയ്യാൻ വന്നു. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു ചാടി. മുകളിലേക്ക് പോകുന്ന ദേവി നേരെ തിരിച്ച് താഴേക്ക് വരുമ്പോൾ രൂപഭാവങ്ങൾ മാറി കാളി രൂപത്തിലേക്ക് വന്നു. ആ കാളി രൂപത്തിൽ വന്ന ദേവി ആവട്ടെ ഇവിടെ ഈ പറയുന്ന ആ അവിടെ ചണ്ടനെയും വധിച്ചു. അപ്പോൾ ചണ്ടനെ വധിച്ചത് കൊണ്ട് ദേവിക്ക് എന്ത് പേര് കിട്ടി? അവിടെ ദേവിക്ക് ചണ്ഡിക എന്നും ചാമുണ്ടി എന്നും, ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിച്ചത് കൊണ്ട് ദേവിക്ക് ചണ്ഡിക എന്നും ചാമുണ്ടിയുമായി പേര് വന്നു. അങ്ങനെ അവരെയും വധിച്ചു. ഇത് കഴിഞ്ഞിട്ട് അടുത്തതായി വരുന്നത് രക്തബീജനാണ്. ഇപ്പോൾ രക്തബീജനെ പറഞ്ഞയച്ചു. രക്തബീജൻ മുമ്പേ പറഞ്ഞു തൻ്റെ രക്തത്തിൽ നിന്ന് അനേകം ആൾക്കാരെ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്. ആ രക്തബീജൻ വന്നു. രക്തബീജനുമായി യുദ്ധത്തിലേർപ്പെട്ടു. രക്തബീജനാകട്ടെ വളരെ മായാശക്തി കൊണ്ട് ഇടയ്ക്ക് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങും. ദേവിയും ഈ സമയത്ത് ഉയർന്നു പൊങ്ങി രക്തബീജനുമായി വളരെ ശക്തിയായി യുദ്ധത്തിലേർപ്പെട്ടു. രക്തബീജൻ്റെ ശരീരത്തിൽ നിന്ന് അനേകം രക്തബീജന്മാരുണ്ടായി. അപ്പോൾ ഇവരെ പരാജയപ്പെടുത്താൻ അസാധ്യമാണ്. ഒരുത്തിന് പകരം അല്ലേ ആയിരക്കണക്കിന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വന്നപ്പോൾ ദേവി തൻ്റെ കാളി രൂപത്തെ ഭജിച്ചിട്ട് പറഞ്ഞു, ഇവനെപ്പോലൊരു ദുർനടത്തക്കാരനെ വധിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നീ ചെയ്തോളാൻ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? രക്തബീജനെ വധിക്കാനുള്ള ചുമതല ആരെ ഏൽപ്പിച്ചു? കാളിയെ. കാളിയാകട്ടെ തൻ്റെ സിംഹത്തെയും അതുപോലെ വേതാളത്തെയും തുറന്നു വിട്ടു. തൻ്റെ വാഹനമാണല്ലോ, അത് കാളിയുടെ വാഹനം സിംഹവാഹനമുണ്ട്, വേതാളമുണ്ട്. ഈ 2 വാഹനം ചെയ്യും. രക്തബീജൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയുന്ന മാത്രമേ പോയി ഇത് മുഴുവൻ അകത്താക്കാൻ തുടങ്ങി. സിംഹമാകട്ടെ ഈ വേതാളം പോയി രക്തം നക്കി തുടയ്ക്കും. കാര്യം നിലത്ത് വീണാലല്ലേ ആൾ ജനിക്കുള്ളൂ, അത് നക്കി തുടയ്ക്കും. ഇതേ സമയത്ത് എന്ത് ചെയ്യും? ഈ സിംഹമാകട്ടെ ഈ പിറന്നു വീണ ജനിച്ച രക്തബീജന്മാരുണ്ടല്ലോ, ഇവരെ മുഴുവൻ വായിലേക്ക് എടുത്തിടാൻ തുടങ്ങി. ഇവരെ മുഴുവൻ വായിലേക്ക് എടുത്ത് ചവച്ചു. കാര്യം എന്താ? പിന്നെ അവരിൽ നിന്ന് രക്തമില്ല. ഈ രക്തബീജനിൽ നിന്ന് രക്തം വീണാൽ ജനിക്കുന്ന രക്തബീജനിൽ നിന്ന് രക്തം വീണാൽ വീണ്ടും ജനിക്കും. അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അല്ല, ഇയാളിൽ നിന്ന് മാത്രമല്ല, ഇയാളുടെ ശരീരത്തിൽ ഒരാൾ ജനിച്ചു, അയാളുടെ ദേഹത്ത് നിന്ന് രക്തം വീണാൽ അവിടെയും ജനിക്കും, അയാളുടെ ദേഹത്ത് രക്തം വീണാൽ അവിടെയും ജനിക്കും. അപ്പം നോക്കിക്കോണം എത്ര പെട്ടെന്നാണ് ഇതിൻ്റെ വംശപരമ്പര പെറ്റി പെരുകുന്നത് പോലെ വളരുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഈ സിംഹവും വേതാളം കൂടി ഭക്ഷിച്ചു. ഇനി ഇയാളുടെ ശരീരത്തിൽ നിന്ന് രക്തം വീഴാതെ ഇയാളെ വധിക്കണമല്ലോ. ദേവി എന്ത് ചെയ്തു? നേരെ അലറിക്കൊണ്ട് ചാടി രക്തബീജനെ പിടികൂടി നേരെ രക്തബീജനത്തിൻ്റെ വായിലേക്ക് ഇട്ടു, വായങ്ങടച്ചു. വളരെ ഗംഭീരമായില്ല. ഒരു തുള്ളി രക്തം പോലും പുറത്തു പോകാതെ രക്തബീജനെയും തൻ്റെ അസ്ത്രങ്ങളെയൊക്കെ പരിപൂർണമായിട്ടും. ഈ സമയത്ത് തന്നെ ശുംഭനും നിശുംഭനും യുദ്ധക്കളത്തിലേക്ക് എത്തി. ജ്യേഷ്ഠനെ അവിടെ നിർത്തിയിട്ട് നേരെ നിശുംഭൻ യുദ്ധത്തിന് തയ്യാറായി വന്നു. നിശുംഭൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി വന്ന് ദേവിയോട് യുദ്ധം. ദേവി തൻ്റെ വിവിധ ഭാവങ്ങളിലായി മാറി മാറി നിശുംഭനോട് യുദ്ധം ചെയ്ത് നിശുംഭനെയും വധിച്ചു. ആ നിശുംഭനെ വധിച്ചതിന് ശേഷം നേരിട്ട് യുദ്ധം ആരുമായിട്ടായി? ശുംഭനുമായിട്ടായി. ഇവിടെയാണ് നമ്മൾ ഈ കാമത്തിന് അടിമപ്പെടുന്ന മനുഷ്യൻ അല്ലെങ്കിൽ വ്യക്തി എത്രത്തോളം അധപ്പതിക്കുമെന്നതിൻ്റെ സൂചന നമുക്ക് വീണ്ടും തരുന്നു. ഇത്രയും ബന്ധുമിത്രാദികളെല്ലാം അല്ലേ ഈ സ്ത്രീയുടെ കൈകൊണ്ട് മരണപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായ സ്ത്രീയോടൊരു ശത്രുതയല്ലേ വരേണ്ടത്? മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ആദ്യം കേട്ട സൗന്ദര്യ വർണ്ണന കൊണ്ട് ശുംഭൻ വീണ്ടും കല്യാണാലോചന നടത്തുന്നത്. എല്ലാവരെയും കൊന്നു, അനുജനെ വരെ കൊന്നു. എന്നിട്ടും പറഞ്ഞെന്താ? ഞാൻ ഇതുവരെ ഉള്ളതെല്ലാം ക്ഷമിക്കാം, നീ എൻ്റെ ഭാര്യയായാൽ മതി. മനസ്സിലല്ലേ? ഇതാണ് കാമത്തിന് വശംവദമായി കഴിഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന, തനിക്ക് വേണ്ടി മരിക്കപ്പെട്ടവരെ പോലും ഉപേക്ഷിക്കാൻ ആര് തയ്യാറായി? ശുംഭൻ തയ്യാറായി.
ദേവി പൊട്ടിച്ചിരിച്ചുകൊണ്ട്, നിനക്ക് ലജ്ജയില്ലേ? ഇത്രയും നേരം യുദ്ധം ചെയ്ത് മരിച്ചവരൊക്കെ നിനക്ക് വേണ്ടി ആയിരുന്നില്ലേ? എന്നിട്ട് അവരെയൊക്കെ ഒരു നിമിഷം കൊണ്ട് നീ മറന്നോ? അപ്പോഴവിടെ നാണം മാനം ഇല്ലാതെ ശുംഭൻ പറയുന്നുണ്ട്, നിന്നെ ലഭിച്ചാൽ അതെല്ലാം ഞാൻ മറക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദേവി പരിഹസിച്ചിട്ട് നേരെ ശുംഭനോട് പറഞ്ഞു, യുദ്ധം ആരംഭിക്കാമെന്ന് പറഞ്ഞു. വാക്കുകൾ കൊണ്ടുള്ളത് വേണ്ട, നിനക്ക് യുദ്ധം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. അതിശക്തമായ ഘോര യുദ്ധം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമായി. ആകാശത്തിലും ഭൂമിയിലും വർണ്ണനാതീതമായ 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കാൻ സാധിക്കാത്ത നിലയിൽ അവിടുത്തെ ആ യുദ്ധം അവർണ്ണനീയമായ നിലയിൽ ഘോരമായ യുദ്ധം നടന്നു. ഈ യുദ്ധത്തിന് ഒടുവിൽ ദേവി ആവട്ടെ ശുംഭൻ്റെ 2 കരങ്ങളും അരിഞ്ഞു തള്ളി. 2 കരങ്ങളും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ശുംഭൻ തൻ്റെ കാലുയർത്തി ദേവിയുടെ മാറിൽ ചവിട്ടി. മനസ്സിലാവുന്നുണ്ടോ? പരാക്രമം തീരുന്നില്ല, നിസാരക്കാരനൊന്നുമല്ല. ദേവി ആകട്ടെ 2 കാലും അരിഞ്ഞു. 2 കാലും അരിഞ്ഞ് വീണ ശുംഭനാകട്ടെ ആ 2 കാലും കയ്യുമില്ലാത്ത കബന്ധം ആ മുറിഞ്ഞ മുട്ടുകാലിൽ ഊന്നി നിന്നുകൊണ്ട് ശിരസ് കൊണ്ട് ദേവി ആക്രമിക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ആ സമയത്ത് ദേവി എന്ത് ചെയ്തു? തൻ്റെ ശൂലം കൊണ്ട് അവിടെ വൈഷ്ണവപരമായ അസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ആരെ വധിച്ചു? നേരെ ശുംഭനെ കൂടി ദേവി വധിച്ചു. അപ്രകാരം അങ്ങനെ ശുംഭനെ പരിപൂർണമായിട്ട് തൻ്റെ തൃശൂലത്താൽ ദേവി അവിടെ വധിച്ചു. അങ്ങനെ ശുംഭനെയും വധിച്ചുകൊണ്ട് അങ്ങനെ നിശുംഭന്മാരെയും ചണ്ടമുണ്ടന്മാരെയും രക്തബീജനെയും ധ്രുവലോചനെയും അസീലോചനെയും ഒക്കെ തന്നെ വധിച്ചുകൊണ്ട് സർവ്വവിധമായ അസുരഗണത്തെ ദേവി ഇവിടെ പരാജയപ്പെടുത്തി.